നമ്മളിതിനെ നിയമപരമായി തന്നെ നേരിടും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള സമൂഹത്തിൽ ഇത് ഒരു ബാക്കി പത്രമായിട്ട് അവശേഷിക്കാൻ പാടില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പരിപാടികൾ ഇനിയിപ്പോൾ ഇന്നും ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ ഭാഗഭാക്കാവാനായിട്ട് പലയിടങ്ങളിൽ നിന്നുള്ള ക്ഷണം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ പ്രതിഷേധം ഇതൊരു വ്യക്തി എന്നുള്ള പേരിന് അപ്പുറത്തേക്ക് എന്നെയാണ് ആക്ഷേപിച്ചതെങ്കിലും ഈ ആക്ഷേപത്തിലുള്ള ഒരു സമൂഹത്തെ ആകമാനമാണ് ആക്ഷേപിച്ചത്. അതിൽ ഒരു ഭാഗം തന്നെയാണ് യൂട്യൂബ് ചാനൽ. അയാൾ കൃത്യമായിട്ട് അതിന് ചോദിക്കുന്നുണ്ട്. തന്നെയല്ല അതിനനുകൂലമായിട്ടുള്ള സംസാരങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിനെതിരെയും പ്രത്യക്ഷത്തിലും അതുപോലെ തന്നെ ഈ അഭിമുഖം നടത്തിയ വ്യക്തിയുടെ പേരിലും നമ്മൾ നിയമ നടപടികൾക്കായിട്ട് മുന്നോട്ട് പോകും. കുറേ കാലമായി നിശ്ചയിക്കപ്പെട്ട കുറേ ആളുകൾ തന്നെ നിലനിന്ന് പോകുന്നു. അതിനപ്പുറത്തേക്ക് പുതിയ ആളുകൾക്കൊന്നും ഒരു അവസരമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കലാരംഗത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറിയിരിക്കുന്ന കാര്യം. എന്തായാലും ഒരു ചെറിയൊരു ലോബി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.